അതുകൊണ്ടാണ് ഒരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ത്യൻ IIT-കളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പഠിത്തം നിർത്തി ജാതി അധിക്ഷേപം മൂലം മാനസികമായി തകർന്ന് ഇറങ്ങിപ്പോയത് ഏതാണ്ട് 13,500-ഓളം SC/ST OBC വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ IIT-യിൽ ഫാത്തിമ ലത്തീഫ് ഇതുപോലെ ജാതി തന്നെയാണ്. മുസ്ലിം കുട്ടികൾ അനുഭവിക്കുന്നത് വംശീയതയുടെ, ജാതീയതയുടെ മറ്റൊരു തരം ഒറ്റപ്പെടുത്തലാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി. അതുപോലെ പായൽ തദ്വി ട്രൈബൽ മുസ്ലിമാണ്, ട്രൈബ് മുസ്ലിമാണ്. ആ പായൽ തദ്വി ബോംബെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ചെന്നിട്ട് ജാതിപീഡനം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പായൽ തദ്വി. ആ പായൽ തദ്വിയുടെ അമ്മയും രോഹിത് വെമുലയുടെ മാതാവും കൂടി കൊടുത്ത പരാതിയിന്മേലാണ് സുപ്രീം കോടതി UGCയോട് കർശനമായി UGC ആക്ട് നടപ്പിലാക്കണം, 2012-ലെ ആക്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. UGC എന്തുകൊണ്ടുവന്നു? ഇക്വിറ്റി കോഡ് എന്ന് പറഞ്ഞ പുതിയൊരു നിയമം കൊണ്ടുവന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഉത്തരേന്ത്യയിലെ വരേണ്യ വിദ്യാർത്ഥികൾ ബ്രാഹ്മൺവാദ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പ്രക്ഷോഭരംഗത്തിറങ്ങി. നിയമം കൊണ്ടുവരാൻ പറഞ്ഞ സുപ്രീം കോടതി തന്നെ ആ നിയമം സ്റ്റേ ചെയ്തു. കഴിഞ്ഞ ജനുവരി 19-ാം തീയതി ഇക്വിറ്റി കോഡ് നടപ്പിലാകുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. ആ ജനുവരി കഴിഞ്ഞ് 3 മാസം തികയുന്നതിന് മുമ്പല്ലേ ഒരു ക്യാമ്പസിൽ കേരളത്തിൽ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയായ നിതിൻ രാജ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സിസ്റ്റവും ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് അത് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ ക്യാമ്പസുകളിൽ വലിയ നിലക്കുള്ള ജാതി പീഡനങ്ങളും ദളിത് ഈ ആദിവാസി വിഭാഗങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വളരെ ക്രൂരമായ സമീപനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന് ഇന്ത്യയിലെമ്പാടും ദളിത് പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്.